Dear students, last class നമ്മൾ മോളിക്യൂൾസിൻ്റെ ഷേപ്പിനെ പറ്റിയുള്ള BSCPR തിയറിയാണ് ഡിസ്കസ് ചെയ്തത്. ബോണ്ട് പെയേഴ്സ് മാത്രം വരുന്ന മോളിക്യൂൾസിൻ്റെ കേസ് AB2, AB3, AB4, AB5, AB6 അങ്ങനെയുള്ള ബോണ്ട് പെയറുകൾ മാത്രം വരെയുള്ള മോളിക്യൂൾസും അതിൻ്റെ ഷേപ്പും നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബോണ്ട് പെയറും ലോൺ പെയറും തമ്മിൽ രണ്ടും വരുന്ന സെൻട്രൽ ആറ്റത്തിൽ ബോണ്ട് പെയറും വരും, ലോൺ പെയറും വരും. അങ്ങനെയുള്ള മോളിക്യൂൾസിൻ്റെ ഷേപ്പാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ AB2E എന്നാണ് ആ ടൈപ്പിനെ പറയുക. ഇത് AB3 മോളിക്യൂൾസിൻ്റെ ഡിസ്റ്റോർട്ടഡ് ഷേപ്പാണ് വരിക. AB3 നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. AB3 മോളിക്യൂള് BF3 ആണ് നമ്മൾ എക്സാമ്പിളായിട്ട് പറഞ്ഞത്. അപ്പോൾ AB3യുടെ കേസിൽ ട്രയാങ്കുലർ പ്ലേനാർ ഷേപ്പാണ് BF3ക്ക് പറഞ്ഞത്. അപ്പോൾ AB3 എന്ന് പറയുമ്പോൾ A എന്നുള്ള സെൻട്രൽ ആറ്റത്തിന് 3 ബോണ്ട് പെയർസ്, ലോൺ പെയർസ് ഇല്ല, അങ്ങനെയാണ് പറയുക. അപ്പോൾ അതിൽ നിന്ന് മാറി വരുന്ന, അതിൽ നിന്ന് ഡിസ്റ്റോർട്ടഡ് ആയിട്ട് വരുന്ന ഷേപ്പ് AB2E. അപ്പോൾ അവിടെ AB3 എന്ന് പറയുന്ന 3 ബോണ്ട് പെയർ ആയിരുന്നെങ്കിൽ ഇവിടെ 2 ബോണ്ട് പെയറും 1 ലോൺ പെയറും. മൂന്നാമത്തെ ബോണ്ടിൻ്റെ സ്ഥാനത്ത് ബോണ്ട് ഇല്ല, പകരം അവിടെ ഒരു ലോൺ പെയർ ഇലക്ട്രോൺ ആണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് ബോണ്ട് പെയർസ് ഇവിടെ 2 എന്ന് വരും, നമ്പർ ഓഫ് ലോൺ പെയർസ് 1. AB3 എന്നുള്ള മോളിക്യൂളിൽ നിന്ന് മാറി വരുന്ന, അല്ലെങ്കിൽ അതിൽ നിന്ന് ഡിസ്റ്റോർട്ടഡ് ആയി വരുന്ന ഷേപ്പാണിത്. ഓക്കെ, അങ്ങനെ വരുമ്പോൾ BF3 എന്ന് പറയുന്ന ഫുൾ ബോണ്ട്, BF3യെ പോലെ ഇവിടെ ഫുൾ ബോണ്ട് ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെയും കൂടെ ഒരു ബോണ്ട് വരുമായിരുന്നു. ഇവിടെയും കൂടെ ബോണ്ട് വന്നിരുന്നെങ്കിൽ അത് ട്രയാങ്കുലർ പ്ലേനാറാണ്. പക്ഷെ ഇവിടെ ആ സൈഡിൽ ബോണ്ട് ഇല്ല, പകരം അവിടെ സൾഫറിന്റെ ലോൺ പെയർ ഇലക്ട്രോൺസ് ആണുള്ളത്. അപ്പൊ ട്രയാങ്കിളിന്റെ മൂന്നാമത്തെ സൈഡിൽ ബോണ്ട് ഇല്ല. അപ്പൊ ഇത്രയ്ക്കേ ഉള്ളൂ ഷേപ്പ്. ഈ ഷേപ്പിനെ നമുക്ക് എന്ത് വിളിക്കാം? ബെൻഡ് ഷേപ്പ് അല്ലെങ്കിൽ V ഷേപ്പ് എന്നൊക്കെ വിളിക്കാം. അതേപോലെ തന്നെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ BSCPR തിയറിയിൽ പിന്നെ ഡബിൾ ബോണ്ട് പ്രശ്നമില്ല. ഡബിൾ ബോണ്ടിനെ സിംഗിൾ സൂപ്പർ പെയർ ആയിട്ടാണ് എടുക്കുക എന്ന് നമ്മൾ തിയറിയിൽ പഠിച്ചിട്ടുണ്ട്. ഇവിടെ ഡബിൾ ബോണ്ട് ആണെങ്കിൽ പോലും. മാത്രമല്ല BF3 ആയിരുന്നപ്പോൾ അവിടെയുള്ള വേരിയസ് റിപ്പൽഷൻ മെയിനായിട്ട് ബോണ്ട് പെയർ റിപ്പൽഷൻ ആണ്. പക്ഷെ ഇവിടെ ഒരു റിപ്പൽഷൻ എക്സ്ട്രാ വരും, ലോൺ പെയർ റിപ്പൽഷൻ. അതുകൂടാതെ ബോണ്ട് പെയർ റിപ്പൽഷൻ. ഓക്കെ, അതായത് ഈ 2 ബോണ്ട് പെയറുകൾ തമ്മിലുള്ള റിപ്പൽഷൻ, ഒപ്പം തന്നെ ഈ ലോൺ പെയറും ഇവിടുത്തെ ബോണ്ട് പെയറും, അതുപോലെ ഈ ലോൺ പെയറും ഇവിടുത്തെ ബോണ്ട് പെയറും. അപ്പോൾ റിപ്പൾസീവ് ഇൻട്രാക്ഷൻ കുറച്ചുകൂടെ കൂടുതലാണ്. കാരണം നമുക്കറിയാം ലോൺ പെയർ റിപ്പൽഷൻ ഈസ് ഗ്രേറ്റർ ദാൻ ബോണ്ട് പെയർ റിപ്പൽഷൻ. ഓക്കെ, സോ ദിസ് ബോണ്ട്, these two bonds will be away from this lone pair, and therefore the regular trigonal planar bond angle, that is 120 degree. BF3 നമ്മൾ പഠിച്ചിട്ടുണ്ട്. BF3 120 degree ബോണ്ട് ആംഗിൾ ആണ്. അതിവിടെ കുറച്ച് കുറയും. കാരണം ഈ ലോൺ പെയറിൽ നിന്ന് അകലാൻ വേണ്ടി ഈ ബോണ്ട് പെയറുകൾ ഈ ലോൺ പെയറിൽ നിന്ന് അകലുമ്പോൾ ഇവർ രണ്ടുപേരും കുറച്ചിങ്ങനെ അടുത്ത് വരും, കമ്പയർഡ് ടു BF3 മോളിക്യൂൾ ഓർ റെഗുലർ AB3 മോളിക്യൂൾ. ഓക്കെ, അപ്പോൾ ഇവിടെ ബോണ്ട് ആംഗിൾ 119.5 ഡിഗ്രി വരുള്ളൂ. റെഗുലർ BF3 അല്ലെങ്കിൽ റെഗുലർ AB3 ടൈപ്പ് മോളിക്യൂൾ ആണെങ്കിൽ അവിടെ എത്ര വരുമായിരുന്നു? 120 ഡിഗ്രി ബോണ്ട് ആംഗിൾ വരുമായിരുന്നു. ഓക്കെ, അപ്പോൾ AB3യിൽ നിന്ന് മാറി വരുന്ന, അതിൽ നിന്ന് ഡിസ്റ്റോർട്ടഡ് ആയിട്ട് വരുന്ന, അല്ലെങ്കിൽ അതിൻ്റെ ലോൺ പെയർ കേസ് ഒരെണ്ണേ ഉള്ളൂ, അതാണ് AB2E. AB2E എന്ന് എഴുതുമ്പോൾ മനസ്സിലാക്കുക, 2 ബോണ്ട് പെയർ 1 ലോൺ പെയർ. അപ്പോൾ ബോണ്ട് പെയറുകളുടെ എണ്ണം 2, ലോൺ പെയർ 1. ഷേപ്പ് ട്രൈഗണൽ പ്ലേനാർ ജോമെട്രിയിൽ നിന്ന് ഡിസ്റ്റോർട്ടഡ് ആയി, അപ്പോൾ ബെൻഡായി. അതായത് മൂന്നാമത്തെ ട്രയാങ്കിളിൻ്റെ അവിടെ ബോണ്ട് ഇല്ല, അപ്പോൾ ബെൻഡ് ഷേപ്പായി. ബോണ്ട് ആംഗിൾ 119.5 ഡിഗ്രി. എക്സാമ്പിൾ SO2 മോളിക്യൂളിന് എക്സാമ്പിൾ ഇവിടെ SO2 ആണ്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ടൈപ്പിലേക്ക് പോവാണ്, AB4 ടൈപ്പിൻ്റെ ഡിസ്റ്റോർഷനിലേക്ക്. ഇപ്പോൾ ഇത്ര നേരം പറഞ്ഞത് AB3 ടൈപ്പിൻ്റെ ഡിസ്റ്റോർഷനാണ്. AB4 ടൈപ്പിൻ്റെ ഡിസ്റ്റോർഷനിൽ AB4 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം സെൻട്രൽ ആറ്റം A,
4 ബോണ്ട് പെയറുകൾ. മീഥെയ്ൻ, കാർബൺ ടെട്രാക്ലോറൈഡ് ഒക്കെ ആണ് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത്. അപ്പോൾ ഇവിടെ 3 ബോണ്ട് പെയറും 1 ലോൺ പെയറും വരും. AB3E. AB4 ആയിരുന്നപ്പോൾ എങ്ങനെയാണ് 4 ബോണ്ട് പെയർ മാത്രം, ലോൺ പെയറിൻ്റെ കേസേ വരുന്നില്ല. ഇവിടെ 3 ബോണ്ട് പെയറും 4ാമത് ഒരു ലോൺ പെയറും, അതായത് 3 ലോൺ പെയർ 1 ലോൺ പെയർ, 3 ബോണ്ട് പെയർ 1 ലോൺ പെയർ. ഓക്കെ. അപ്പോൾ ഇവിടെ 4 ബോണ്ട് പെയർ ആയിരുന്നു എങ്കിൽ എന്താണ് ഷേപ്പ് നമുക്കറിയാലേ, ടെട്രാഹെഡ്രൽ ഷേപ്പാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ വരച്ചതാണ്. ഇതേപോലൊരു ഷേപ്പാണ്. ഇതിനെ നമ്മൾ ടെട്രാഹെഡ്രൽ എന്ന് വിളിക്കും. ഓക്കെ. 4 ബോണ്ട് പെയർ ആയിരുന്നു എങ്കിൽ. പക്ഷെ ഈ കേസിൽ എന്താണെന്ന് വെച്ചാൽ 4ാമത്തെ സ്ഥാനത്ത് എന്തില്ല, ബോണ്ടില്ല, പകരം ഒരു ലോൺ പെയർ ആണുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഈ 4ാമത്തെ ബോണ്ട് ഇല്ലാതെ വരികയാണ്. റെഗുലർ ടെട്രാഹെഡ്രലിൻ്റെ 4ാമത്തെ ബോണ്ട് ഇല്ല. ഒപ്പം തന്നെ നമ്മൾ SO2ൻ്റെ കേസ് പറഞ്ഞ പോലെ ഈ കേസിലാണെങ്കിൽ റിപ്പൽഷൻ പറയുമ്പോൾ നമുക്ക് വേരിയസ് ബോണ്ട് പെയേഴ്സ് തമ്മിലുള്ള റിപ്പൽഷൻ മാത്രം കൺസിഡർ ചെയ്താൽ മതിയായിരുന്നു CH4-ൽ. പക്ഷെ ഇവിടെ ഈ 3 ബോണ്ട് പെയറുകൾ തമ്മിലുള്ള റിപ്പൽഷൻ കൺസിഡർ ചെയ്യണം. ഒപ്പം തന്നെ ഈ ലോൺ പെയറും ബോണ്ട് പെയറും തമ്മിലുള്ള റിപ്പൽഷൻ, അത് 3 ബോണ്ട് പെയറുകൾക്കും ഈ ലോൺ പെയറിൽ നിന്നുള്ള റിപ്പൽഷൻ ഉണ്ടാകും. ഓക്കെ. ഒപ്പം തന്നെ ബോണ്ട് പെയർ റിപ്പൽഷൻ. അപ്പോൾ ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൽഷൻ ആണ് ബോണ്ട് പെയർ റിപ്പൽഷനേക്കാളും കൂടുതൽ എന്ന് നമ്മൾ VSCPR തിയറിയിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 3 ബോണ്ടും കുറച്ചും കൂടെ അടുത്ത് വരും. കാരണം ഇവർ ഇതിൽ നിന്ന് അകലാൻ ശ്രമിക്കുകയാണ്, ഈ ലോൺ പെയറിൽ നിന്ന് അകലാൻ ശ്രമിക്കുകയാണ്. കാരണം ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൽഷൻ ആണ് ഇവർ പരസ്പരമുള്ള റിപ്പൽഷനേക്കാളും കൂടുതൽ. അങ്ങനെ വരുമ്പോൾ ഈ 3 ബോണ്ട് ഒന്നും കൂടെ അടുത്ത് വരും. ഓക്കെ. അപ്പോൾ ഇവിടെ ആയിരുന്നപ്പോൾ റെഗുലർ AB4 ആയിരുന്നപ്പോൾ ബോണ്ട് ആംഗിൾ എത്രയായിരുന്നു? 109.5 ഡിഗ്രി അല്ലെങ്കിൽ 109 ഡിഗ്രി 28 മിനിറ്റ് എന്ന് പറയുന്ന ബോണ്ട് ആംഗിൾ ഇവിടെ ചുരുങ്ങിയിട്ട് എത്രയായി മാറും? 107 ഡിഗ്രിയായി മാറും. ഓക്കെ. 107 ഡിഗ്രിയായി മാറും ബോണ്ട് ആംഗിൾ. അതിൻ്റെ കാരണം ഈ കേസിൽ നമുക്ക് ബോണ്ട് പെയർ റിപ്പൽഷൻ മാത്രമാണ്. 4 ബോണ്ടുകളും മാക്സിമം അകലത്തിൽ നിൽക്കുമ്പോൾ 109.5 ഡിഗ്രിയാണ് ബോണ്ട് ആംഗിൾ വരിക. പക്ഷെ ഇവിടെ ബോണ്ട് പെയറിൻ്റെ ഒപ്പം തന്നെ ലോൺ പെയർ റിപ്പൽഷനും കൂടി ഉണ്ട്. ഈ 3 ബോണ്ട് പെയറുകളും ആരിൽ നിന്ന് അകലാൻ ശ്രമിക്കുകയാണ്? ലോൺ പെയറിൽ നിന്ന് മാക്സിമം അകന്ന് നിൽക്കും. അപ്പോൾ ഈ 3 പേര് അങ്ങനത്തെ ബോണ്ട് ആംഗിളിനെക്കാളും ഇവിടെ കുറച്ചും കൂടി ഇവരിങ്ങനെ അടുത്ത് വരുന്നുണ്ട്. ബോണ്ട് ആംഗിൾ എത്രയായിട്ട് ചുരുങ്ങും? 107 ഡിഗ്രി ആയിട്ട് ചുരുങ്ങും. ഓക്കെ. ഇനി ഈ AB4ൻ്റെ തന്നെ അടുത്ത ഡിസ്റ്റോർഷൻ, ടെട്രാഹെഡ്രൽ മോളിക്യൂളിൽ നിന്ന് തന്നെ ഉണ്ടായി വരുന്ന അടുത്ത ഡിസ്റ്റോർഷനാണ് AB2E2. അതായത് ഇവിടുത്തെ, ഇപ്പം നമ്മൾ അമോണിയ ആയിരുന്നപ്പോൾ ഇവിടുത്തെ ഒരെണ്ണല്ലേ പോയത്, ഈ 1 ബോണ്ടാണ് പോയത്, അവിടെയാണ് ലോൺ പെയർ വന്നത്. ഇപ്പോൾ ഒരെണ്ണം കൂടെ പോകും. ഒരെണ്ണം ഏതുമാകാം, ഏതെങ്കിലും ഒരെണ്ണത്തിനെ കൂടെ മായ്ക്കുക. ഓക്കെ. എന്നിട്ട് അവിടെയും കൂടെ എന്ത് വരുന്നു? ലോൺ പെയർ വരുന്നു. അപ്പോൾ മോളിക്യൂൾ ഇതുപോലെ ഷേപ്പ് ആവും അല്ലേ? അതുപോലെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബെൻഡ് ഷേപ്പ്. 2 ബോണ്ടും പോയി. റെഗുലർ ഇങ്ങനെയാണ്, റെഗുലർ ഒക്ടാഹെഡ്രൺ ഇങ്ങനെയാണ് ഇരിക്കുന്നത് അല്ലേ? അതിലെ 2 ബോണ്ടും പോയി. 2 ബോണ്ട് പോയി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും 2 ബോണ്ടിനെ മാറ്റി കളയും. ഈ 2 എണ്ണത്തിനെ മായ്ക്കുകയെന്ന് വിചാരിക്കും. പകരം സെൻട്രൽ ആറ്റത്തിൽ എന്തിരിക്കുകയാണ്? 2 ലോൺ പെയർ. അപ്പോൾ ഷേപ്പ് ടെട്രാഹെഡ്രൺ നിന്ന് ഡിസ്റ്റോർട്ടഡ് ആയിട്ട് എന്താവും? ബെൻഡ് അല്ലെങ്കിൽ V ഷേപ്പായി മാറും. ഓക്കെ. അപ്പോൾ അതിനെ ടൈപ്പ് നമ്മൾ എങ്ങനെ എഴുതുക? AB2E2. അതായത് സെൻട്രൽ ആറ്റത്തിന് 2 ബോണ്ട് പെയർ 2 ലോൺ പെയർ. ബോണ്ട് പെയർസ് 2, ലോൺ പെയർസ് 2. വാട്ടറാണ് എക്സാമ്പിൾ. നമ്മളിവിടെ വരച്ച പോലെ വാട്ടറിനെ വരയ്ക്കുമ്പോൾ ഓക്സിജനിൽ 2 ലോൺ പെയർ. നമ്മളതുപോലെ റിപ്പൽഷൻ്റെ കാര്യത്തിൽ ഇവിടെ ഒരു റിപ്പൽഷൻ കൂടെ ഇവിടെ എക്സ്ട്രാ കൺസിഡർ ചെയ്യണം. ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൽഷൻ അത് ഈ കേസിലുണ്ടായിരുന്നു. അത് കൂടാതെ ഈ 2 ലോൺ പെയറുകൾ തമ്മിലും റിപ്പൽഷൻ ഉണ്ടാവും. ഇവിടെ ആ ടൈപ്പ് റിപ്പൽഷൻ നേരത്തെ പറഞ്ഞ കേസിലില്ല. അപ്പോൾ ഇവിടെ ഏതൊക്കെ റിപ്പൽഷൻ ഉണ്ട്? ഈ 2 ബോണ്ട് പെയറുകൾ തമ്മിലുള്ള റിപ്പൽഷൻ, ഈ ബോണ്ട് പെയറുകളും ഈ ലോൺ പെയറുകളും തമ്മിലുള്ള റിപ്പൽഷൻ, അത് കൂടാതെ ഈ 2 ലോൺ പെയറുകൾ തമ്മിലുള്ള റിപ്പൽഷൻ. ഓക്കെ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇവർ വീണ്ടും മാക്സിമം ഈ 2 ലോൺ പെയറിൽ നിന്നും അകലാൻ ശ്രമിക്കുമ്പോൾ 2 പേരും ഒന്നുകൂടെ അടുത്ത് വരും. കാരണം ബോണ്ട് പെയർ റിപ്പൽഷൻ അത്ര ഇല്ലല്ലോ. അപ്പോൾ ബോണ്ട് ആംഗിൾ ഇവിടെ ഒന്നുകൂടെ ഈ 107 വീണ്ടും കുറഞ്ഞു.
അപ്പോൾ 104.5. അപ്പോൾ റെഗുലർ ടെട്രാഹെഡ്രൽ ആയിരുന്നെങ്കിൽ 109.5 ആയിരുന്നത് ഇവിടെ 104.5 മാറും. ഓക്കെ, ഇനി അടുത്തത്, അപ്പോൾ നമ്മൾ AB4ന്റെ കേസ് 2 ഡിസ്റ്റോർഷൻ പറഞ്ഞു, AB3 പറഞ്ഞു, AB2 E2 പറഞ്ഞു. ഇനി നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത് AB5, അതായത് നമ്മൾ ട്രൈഗണൽ ബൈപിരമിഡൽ മോളിക്യൂൾസ് പഠിച്ചിട്ടുണ്ട്, PCl5 ഒക്കെ, അതിൽ നിന്നുണ്ടാവുന്ന ഡിസ്റ്റോർഷൻ. അപ്പോൾ ആദ്യത്തത് AB4E. AB5 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 5 ബോണ്ട് പെയറുകൾ വരുന്ന കേസാണ്. ഇവിടെ 4 ബോണ്ട് പെയറും 1 ലോൺ പെയറും വരും. അപ്പോൾ ബോണ്ട് പെയർസ് 4 എഴുതിയിട്ടുണ്ട്, ലോൺ പെയർ 1. അപ്പോൾ നിങ്ങൾക്കറിയാം PCl5 മോളിക്യൂളിൽ ആക്സിയൽ ബോണ്ട്, ഇക്വറ്റോറിയൽ ബോണ്ട്, അങ്ങനെ 2 ടൈപ്പ് ഉണ്ട്. ഇങ്ങനെ PCl5 നമ്മൾ ഈ രീതിയിൽ വരയ്ക്കുക അല്ലേ. വരയ്ക്കുമ്പോൾ ഈ മുകളിലും താഴെ നിൽക്കുന്ന ഈ ബോണ്ടുകളെ നമ്മൾ ആക്സിയൽ ബോണ്ട് എന്നും, ഈ 3 എണ്ണത്തിന്, ഈ കട്ടിട്ടിരിക്കുന്ന 3 എണ്ണത്തിന് നമ്മൾ എന്താ പറയുക, ഇക്വറ്റോറിയൽ ബോണ്ട് എന്നാണ് പറയുക. അപ്പോൾ ഈ കേസിൽ ഈ ലോൺ പെയർ ആക്സിയൽ പൊസിഷനിൽ വരണമോ ഇക്വറ്റോറിയൽ പൊസിഷനിൽ വരണമോ എന്നൊരു സംശയം നമുക്ക് ഉണ്ടാവും. പക്ഷെ അത് ഇക്വറ്റോറിയൽ പൊസിഷനിലാണ് വരിക. ആക്സിയൽ പൊസിഷൻ, അതായത് ഇപ്പോൾ പറഞ്ഞ പോലെ വേരിയസ് ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൽഷൻസ് ഒക്കെ കൺസിഡർ ചെയ്തിട്ട് നമുക്കവിടെ സ്യൂട്ടബിൾ ആയിട്ട് ആ ലോൺ പെയർ വരിക എവിടെയാണ്, ഇക്വറ്റോറിയൽ പൊസിഷനിലാണ്. അപ്പം ഇങ്ങനൊരു ഷേപ്പ് വരും. ഇങ്ങനൊരു ഷേപ്പ് നമ്മൾ നന്നായിട്ട് ഇമാജിൻ ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം എല്ലാ ആറ്റങ്ങളും ഒരേ പ്ലെയിനിലല്ല അല്ലേ. ഇങ്ങനെ ഒരു, ഇതാണ് PCl5യുടെ ഷേപ്പായിട്ട് നമ്മൾ വരച്ചിരിക്കുന്നത്. ഈ 3 എണ്ണം ഒരു പ്ലെയിനിലും ഈ 2 എണ്ണം വേറെ പ്ലെയിനിലുമാണ്. അങ്ങനെ തന്നെയാണ് അപ്പോൾ അവിടെ മുകളിലും താഴെ നിൽക്കുന്ന F വേറെ പ്ലെയിനിലും മറ്റേ 2 F ഒരു പ്ലെയിനിലും ആയിരിക്കും. ഓക്കെ, അങ്ങനെ വരുമ്പോൾ ആ മോളിക്യൂളിൻ്റെ ഷേപ്പ്, 3 ഡയമെൻഷണൽ സ്ട്രക്ചർ നമ്മൾ പറയുക സീസോ ഷേപ്പ് എന്നാണ്. സീസോ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും. പാർക്കിലൊക്കെ നമ്മൾ കുട്ടികൾ കളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ ഒരു സാധനത്തിൻ്റെ പേരാണ്. അപ്പോൾ സീസോ ഷേപ്പ് എന്നാണ് ഈ മോളിക്യൂളിന് പറയുക. എക്സാമ്പിൾ SF4, സൾഫർ ടെട്രാഫ്ലൂറൈഡ്, SF4 ആണ് എക്സാമ്പിൾ. ഓക്കെ, ഇനി PCl5 മോളിക്യൂളിൻ്റെ തന്നെ അടുത്ത ഡിസ്റ്റോർഷനാണ് AB3E2. 3 ബോണ്ട് പെയറും 2 ലോൺ പെയറും വരും. അപ്പോൾ ഈ 2 ലോൺ പെയറുകളും നേരത്തെ പറഞ്ഞ പോലെ വരേണ്ടത് ആക്സിയൽ പൊസിഷനിലാണോ ഇക്വറ്റോറിയൽ പൊസിഷനിലാണോ എന്നുള്ള ഡൗട്ട് നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാകാം. പക്ഷെ അത് ഇക്വറ്റോറിയൽ പൊസിഷനിലാണ് വരിക. അത് ക്ലിയർ ആയിട്ട് ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം വേരിയസ് റിപ്പൽഷനുകൾ കൺസിഡർ ചെയ്യുമ്പോൾ ആ ലോൺ പെയറുകൾ ഇക്വറ്റോറിയൽ പൊസിഷനിൽ ഇരുന്നാലാണ് മോളിക്യൂളിന് സ്റ്റെബിലിറ്റി കിട്ടുക. അപ്പോൾ ആ 2, ഈ കേസിൽ ഈ 2 എണ്ണവും പോയി, ഈ 2 ബോണ്ട് പോയി. അവിടെയൊക്കെ പകരം ആര് വന്നു, ഇലക്ട്രോൺസ് ആണല്ലോ. അപ്പം എന്തായി ഷേപ്പ്, T ഷേപ്പായി അല്ലേ. T എന്നുള്ള ഷേപ്പ്, T എന്ന് പറയുന്ന ആൽഫബറ്റിൻ്റെ ഷേപ്പ്. ടീനെ തിരിച്ചു വെച്ച പോലെയല്ലേ അതിരിക്കുന്നത്. ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ അത് T ആണ്. ഓക്കെ, അപ്പോൾ ClF3 മോളിക്യൂളിൻ്റെ ഷേപ്പ് നമ്മൾ എന്താ പറയുക, T ഷേപ്പ്. എക്സാമ്പിൾ ClF3 ഒരു ഇന്റർ ഹാലജൻ കോമ്പൗണ്ടാണ്. 2 ഹാലജനുകൾ ചേർന്നുണ്ടാവുന്ന കോമ്പൗണ്ട് ClF3. അപ്പോൾ അങ്ങനെ AB5 മോളിക്യൂളിൻ്റെ 2 ഡിസ്റ്റോർഷനും പറഞ്ഞു. ഇനി നമുക്ക് അടുത്തത് AB6 മോളിക്യൂളിൻ്റെ ഡിസ്റ്റോർഷൻ. നിങ്ങൾക്കറിയാം AB6 എന്ന് പറഞ്ഞാൽ ഒക്ടാഹെഡ്രൽ ജോമെട്രിയാണ്. അപ്പോൾ AB6 മോളിക്യൂളിൻ്റെ ഡിസ്റ്റോർഷൻ ആദ്യം AB5E, 5 ബോണ്ട് പെയറുകളും 1 ലോൺ പെയർ. അപ്പോൾ ബോണ്ട് പെയർ 5, ലോൺ പെയർ 1 അല്ലേ. ബോണ്ട് പെയർ 5 വരും, ലോൺ പെയർ 1 വരും. അപ്പോൾ നിങ്ങൾക്കറിയാം ശരിക്കുള്ള AB6 മോളിക്യൂൾ ആണെങ്കിൽ, ശരിക്കുള്ള AB6 മോളിക്യൂൾ SF6 ആണ് എക്സാമ്പിൾ പഠിച്ചിരിക്കുന്നത്. ഒക്ടാഹെഡ്രൽ ഷേപ്പാണ്. SF6 എങ്ങനെയാണ് വരച്ചത്, അല്ലെങ്കിൽ ഒക്ടാഹെഡ്രൽ എങ്ങനെയാണ് വരയ്ക്കുക, ഇങ്ങനെയാണ് വരച്ചത് അല്ലേ. ഇവിടെ നമുക്കറിയാം ഈ 4 ഫ്ലോറിലും ഒരു പ്ലെയിനിലാണ്, പക്ഷേ ഈ 2 ഫ്ലോറിൽ വേറെ പ്ലെയിനിലാണ് കിടക്കുന്നത്. എല്ലാം കൂടെ ജോയിൻ ചെയ്യുമ്പോഴാണ് നമുക്ക് ഒക്ടാഹെഡ്രലായിട്ട് ഇതിനെ തോന്നുക. ഇങ്ങനെ. ഓക്കെ, ഇവിടെ AB5E എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പൊസിഷനിൽ ആറ്റം ഇല്ല, അവിടെ ലോൺ പെയർ ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ Fനെ മാറ്റി കളയാം. അവിടെ എന്തില്ല, ആറ്റം ഇല്ല. പകരം അവിടെ ലോൺ പെയർ, ഈ സൾഫറിലാണ് ലോൺ പെയർ ഇരിക്കുന്നത്, സൾഫറിലാണ് വരയ്ക്കേണ്ടത്. ഓക്കെ, അപ്പം ഇപ്പം എന്തായി ഷേപ്പ്, ഒക്ടാഹെഡ്രൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്ക്വയർ ബൈ പിരമിഡലാണ്. പിരമിഡ് താഴത്തെ ഭാഗത്തെ പിരമിഡ് പോയി,
അപ്പോൾ ബൈപിരമിഡ് ഇനി പറയണ്ട, ഇനി എന്ത് പറഞ്ഞാൽ മതി? സ്ക്വയർ പിരമിഡ് എന്ന് പറഞ്ഞാൽ മതി. എന്താ പറയുക? സ്ക്വയർ പിരമിഡ്. ഈ രീതിയിൽ ഷേപ്പ് വരിക BRFIക്കാണ്. അപ്പോൾ SFI എന്ന് പറഞ്ഞ മോളിക്യൂൾ ഇല്ല. അപ്പോൾ എന്താണത്? BRFIക്കാണ് ആ രീതിയിലൊരു ഷേപ്പ് വരിക. BRFIയും നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇന്റർ ഹാലോജൻ കോമ്പൗണ്ടാണ് BRF. അപ്പോൾ ഒന്നുകൂടെ പറയാം, AB6 മോളിക്യൂളിൻ്റെ ഡിസ്റ്റോഷനാണ്. AB5E 5 ബോണ്ട് പെയർ, ഒരു ലോൺ പെയർ. അപ്പോൾ ഷേപ്പ് സ്ക്വയർ പിരമിഡ് ആവും. എക്സാമ്പിൾ BRFI. ഇനി അടുത്ത കേസ് നിങ്ങൾക്ക് എളുപ്പം പറയാം അല്ലേ? AB5E ആണ് ആദ്യത്തെ ഡിസ്റ്റോഷൻ എങ്കിൽ രണ്ടാമത്തെ ഡിസ്റ്റോഷൻ എന്തായിരിക്കണം? AB4E2. ഇതിൽ നിന്ന് ഒരു ബോണ്ട് പെയറും കൂടെ കുറഞ്ഞു, അവിടെയും കൂടെ ലോൺ പെയറായി. അപ്പോൾ 4 ബോണ്ട് പെയറും 2 ലോൺ പെയറും. അപ്പോൾ ഇവിടുത്തെ ഈ ബോണ്ടും കൂടെ പോവും അല്ലേ? ഈ ബോണ്ടും കൂടെ പോവും. അങ്ങനെ വരുന്ന മോളിക്യൂളിന് അപ്പോൾ എന്തായി? എല്ലാവരും ഒരേ പ്ലെയിനിലായില്ലേ? നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഈ 4 Fഉം ഒരു പ്ലെയിനിലും മറ്റേ 2 F വേറെ പ്ലെയിനിലുമാണ് SF6 വരുന്നതെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇപ്പോൾ 4 പേരും ഒരു പ്ലെയിനിലായി. പിരമിഡ് ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ പോയി, താഴെയും മേലത്തെയും ബോണ്ടൊക്കെ പോയി. അപ്പോൾ പിരമിഡ് പോയിട്ട് ഇതെന്തായി? സ്ക്വയറായി അല്ലേ? അപ്പോൾ ഈ മോളിക്യൂളിൻ്റെ ഷേപ്പ് എന്താ നമ്മൾ പറയുക? സ്ക്വയർ പ്ലേനാർ. സ്ക്വയർ പ്ലേനാർ മോളിക്യൂളിന് എക്സാമ്പിളാണ് HCF4, സിനോൺ ടെട്രാ ഫ്ലൂറൈഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും ഈ ഒരു ടേബിളിൽ നിന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച എല്ലാ മോളിക്യൂൾസിൻ്റെയും ഡിസ്റ്റോഷൻ പറഞ്ഞു. AB3 തൊട്ട് AB3യുടെ ഡിസ്റ്റോഷൻ AB2E, AB4ൻ്റെ ഡിസ്റ്റോഷൻ AB3Eയും AB2E2യും, AB5യുടെ ഡിസ്റ്റോഷൻ AB4Eയും AB3E2ഉം, AB6ൻ്റെ ഡിസ്റ്റോഷൻ AB5Eയും AB4E2ഉം. എല്ലാത്തിനും എക്സാമ്പിൾ പറഞ്ഞു. അപ്പോൾ എക്സാമ്പിളും ഈ ടേബിളും നല്ലപോലെ പഠിക്കണം. എക്സാമിന് ഏത് മോളിക്യൂളാണ് വരിക എന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ലോൺ പെയർ ഇല്ലാത്ത ടൈപ്പ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ ടേബിൾ ആയിരിക്കും വരിക, ചിലപ്പോൾ ഇതായിരിക്കും. അപ്പോൾ എന്തായാലും VSEPR തിയറിയുടെ എല്ലാ പോയിന്റ്സും അതുപോലെ എല്ലാ മോളിക്യൂൾസിൻ്റെ ഷേപ്പും വ്യക്തമായിട്ട് പഠിക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിർത്തുകയാണ് ഇവിടെ. അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത ഭാഗം ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.